ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ക്രിപ്ഷൻ ആണ്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNA കോപ്പി എടുക്കുന്നു. DNA നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ് ആണ് റെപ്ലിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ 2-3 ക്ലാസ്സുകളിലായിട്ട് DNA സ്ട്രക്ചറും ആ DNA എങ്ങനെയാണ് ഒരു പുതിയ കോപ്പി ഉണ്ടാകുന്നത്, ഒരു പുതിയ സെൽ ഉണ്ടാകുമ്പോൾ പുതിയ കോപ്പി DNA ഉണ്ടാവണം, അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. DNA റെപ്ലിക്കേഷൻ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ DNA ആണ് എന്തായിട്ട് മാറുന്നത്, RNA ആയിട്ട് മാറുന്നത്. ഓക്കെ, ഞാൻ പറയാം. നമുക്കിപ്പോ നമുക്ക് ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പ്രോട്ടീന്റെ പേര് പറയും. നമുക്ക് ഇൻസുലിൻ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഷുഗർ തടയുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എല്ലാവർക്കും വേണം. നമ്മളിപ്പോ ഗ്ലൂക്കോസ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ എല്ലാവർക്കും വേണം. നമ്മൾ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഈ പറയുന്ന ഇൻസുലിൻ കൂടും. ആ ഇൻസുലിൻ ഉണ്ടാവണ്ടേ? ഇൻസുലിൻ ഉണ്ടാവണല്ലോ, വേണ്ടേ? അപ്പൊ ഇൻസുലിൻ എങ്ങനെ ഉണ്ടാകും? നമ്മുടെ എല്ലാവരുടെയും എല്ലാ കോശത്തിനകത്തും ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിന്റെ റെസിപ്പി ഉണ്ട്, DNA ഉണ്ട്. അപ്പം DNA നിന്ന് എന്തായിട്ട് മാറും? ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആയിട്ട് മാറും, അഥവാ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആയിട്ട് മാറും. അതൊരു പ്രോട്ടീനാണ്. അപ്പോ ഇനി നിങ്ങൾ പറയൂ, എവിടെയാണ് DNA ഇരിക്കുന്നത്? DNA ഇരിക്കുന്നത് എവിടെയാണ്? സെല്ലിന്റെ ന്യൂക്ലിയസിലാണ്. ഇനി പറയൂ, പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ആരാണ്, എവിടെയാണ് ഉണ്ടാക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാകുന്നത് ആരാണ്, എവിടെയാണ് ഉണ്ടാക്കുന്നത്? Ribosome is the protein factory of the cell located in cytoplasm. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷെ ഇൻസുലിന്റെ റെസിപ്പി ഇരിക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്, DNA അകത്താണ് റെസിപ്പി ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ന്യൂക്ലിയസ്. ഒന്നില്ലെങ്കിൽ റൈബോസോം ന്യൂക്ലിയസിനകത്തോട്ട് പോയി ആ റെസിപ്പി എടുത്തുകൊണ്ട് വരണം. നടക്കില്ല. റൈബോസോം ന്യൂക്ലിയസിനകത്തോട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പോവില്ല. അല്ലാണ്ട് പോവാം, ഇതിനു വേണ്ടി പോവില്ല. ഓക്കെ, അപ്പൊ അത് നടക്കില്ല. അങ്ങോട്ട് പോകാൻ പറ്റില്ല. 2, DNA അവിടുന്ന് പുറത്തോട്ട് വന്ന് റൈബോസോമിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കണം. അത് പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു മെസ്സഞ്ചർ വേണം. ദാറ്റ് മെസ്സഞ്ചർ ഈസ് കോൾഡ്, പല ടൈപ്പ് RNA ഉണ്ട്. ഞാനിപ്പോ ഒരു RNA പറയാം, നമുക്കെല്ലാം പഠിക്കാം. അതായത് DNA ഇരിക്കുന്ന റെസിപ്പി കോപ്പി എടുത്ത് സൈറ്റോപ്ലാസ്റ്റിലിരിക്കുന്ന റൈബോസോമിന് കൊണ്ട് കൊടുക്കാൻ ഒരു RNA വേണം, ഒരു മെസ്സഞ്ചർ വേണം. അപ്പൊ അത് ഒരു RNA ആണ് അവിടെ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സെയിം ആണ് DNA. നമ്മൾ എന്തൊക്കെ പഠിച്ചു, അതുപോലത്തെ സ്ട്രക്ചർ ആണ് RNAക്ക് ഉള്ളത്. DNA എത്ര സ്ട്രാൻഡ് ഉണ്ട്? ഡബിൾ സ്ട്രാൻഡ് ആണ്, 2 സ്ട്രാൻഡ് ഉണ്ട് ചുറ്റുകോവണി മാതൃകയിൽ. പക്ഷെ RNAക്ക് അവിടെ ഒരു വ്യത്യാസമുണ്ട്. RNA ഒരൊറ്റ സ്ട്രാൻഡ് ആണ്. നമ്മൾ പഠിച്ചതൊന്ന് ഓർക്കുക. DNA എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ചേർന്നിട്ടാണ്? ഷുഗറും നൈട്രജൻ ബേസും ചേർന്ന് ന്യൂക്ലിയോസൈഡ് ഉണ്ടാവുകയും ഒരു ഫോസ്ഫേറ്റും കൂടെ വന്ന് ന്യൂക്ലിയോടൈഡ് ആയി മാറുകയും ചെയ്യും. അങ്ങനെ നമുക്കറിയാം, പോളിമറൈസ് എൻസൈം 3' OH-നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കും. അതുപോലെ അപ്പുറത്തെ സ്ട്രാൻഡ് ഉണ്ടാവും. രണ്ടും കൂടെ ഹൈഡ്രജൻ കൊണ്ടുവച്ച് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് DNA ഉണ്ടാകുന്നത്, അല്ലെ? അത് തന്നെയാണ് RNAയുടെ സ്ട്രക്ചർ. പക്ഷെ ഒരൊറ്റ സ്ട്രാൻഡേ ഉള്ളൂ, ഡബിൾ സ്ട്രാൻഡ് ഇല്ല. ഒരൊറ്റ സിംഗിൾ സ്ട്രാൻഡ് ആണ് RNA. ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, DNA ന്യൂക്ലിയോടൈഡിന്റെ ഷുഗർ എന്ന് പറയുന്നത് ഏതാ? ഡിയോക്സിറൈബോസ്. ഡിയോക്സിറൈബോസ് ആണ്. 2' OH ഇല്ല, H മാത്രമേ ഉള്ളൂ. ഡിയോക്സിയാണ്. അതേ സമയത്ത് ഇൻ കേസ് ഓഫ് RNA, ഷുഗർ ഈസ് റൈബോസ് ഷുഗർ. 2' OH ആണ്, H അല്ല. റൈബോസ് ഷുഗർ. അതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട 2 വ്യത്യാസം. ആൻഡ് തേർഡ് ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻ DNA പിരമിഡിൻസ് ആരൊക്കെയാ ഉള്ളത് DNA-ക്ക് അകത്ത്? അതുകൂടെ പറയൂ. DNA-ക്ക് അകത്തുള്ള പിരമിഡിൻസ് ആരൊക്കെയാണ്? ശ്യാം അവർക്ക് പറഞ്ഞോ? ഗാലക്ടേസ് അല്ല, പിരമിഡിൻസ്. സൈറ്റോസിൻ ആൻഡ് തൈമിൻ. യെസ്. ഞാൻ കോഡ് പറഞ്ഞല്ലോ, പുക. പ്യൂരിൻസ് ആർ ഗ്വാനിൻ അഡെനിൻ, പിരമിഡിൻസ് ആർ സൈറ്റോസിൻ തൈമിൻ. ഇത് DNA യിലെ ഷുഗർ. RNA വരുമ്പോ അത് മാറും. തൈമിന് പകരം യുറാസിലാവും. ഇത്രേ ഉള്ളൂ.
ഇതാണ് വ്യത്യാസം. 3 വ്യത്യാസം എന്തൊക്കെയാ? RNA സിംഗിൾ സ്റ്റാൻഡേർഡ്, DNA ഡബിൾ സ്റ്റാൻഡേർഡ്. RNA ഷുഗർ റൈബോസ്, DNA ഷുഗർ ഡിയോക്സി റൈബോസ്. RNA പിരമിഡിൻസ് എന്ന് പറയുന്നത് സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. DNA ഷുഗർ പിരമിഡിൻ എന്ന് പറയുന്നത് സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഇതാണ് 3 വ്യത്യാസം പഠിച്ചേക്കണം. ഇത്രയേ ഉള്ളൂ. അതവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാം. കണ്ടോ? ഓക്കെ, സെയിമാ, എല്ലാം സെയിമാ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, വേണ്ട, ഇത് വേണമെന്നില്ലേ. അതായത് ഇത് ഒറ്റ സ്ട്രാൻഡ് ആയതുകൊണ്ട് DNA പോലെയല്ല, ഇവർക്ക് ഇതുപോലെ ലൂപ്പും കുറെ സാധനങ്ങളൊക്കെ ഫോം ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് ലൂപ്പ് ആവാനും വേറെ കുറെ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാനൊക്കെ പറ്റും. ചുമ്മാ ഒന്നും വേണ്ട. ഓക്കെ, അത് ആ വ്യത്യാസം ഇവിടെ ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിയേറ്റൈഡ്സ്, യെസ്, രണ്ടുപേരും. ഷുഗർ DNA ഡിയോക്സി റൈബോസ്, RNA റൈബോസ്. 2' OH ഉണ്ടോ DNA-യില്? നോ. 2' OH ഇല്ല, H മാത്രമേ ഉള്ളൂ. RNA-യില് യെസ് ഉണ്ട്. ബേസ് AGCT, ഇവിടെ AGCU. ദെൻ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് വെച്ചാൽ ലിങ്ക് ചെയ്തേക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ഡബിൾ ഓർ സിംഗിൾ സെൻഡഡ്, DNA യൂഷ്വലി ഡബിൾ, RNA യൂഷ്വലി സിംഗിൾ. ദെൻ സെക്കൻഡറി സ്ട്രക്ചർ, ഇറ്റ് ഈസ് പോസിബിൾ ഇൻ RNA ഓൺലി, അല്ലെ? DNA-ക്ക് അകത്ത് ഓൺലി ഡബിൾ ഹെലിക്സ്. സ്റ്റെബിലിറ്റി, DNA സ്റ്റേബിൾ ആണ്, RNA is not stable. Why it is not stable? Why it is not stable? Why RNA? അല്ല, നോ. ചുമ്മാ ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ഗസ് ചെയ്താൽ മതി. പറഞ്ഞോ, കേട്ടില്ല. യെസ്, നോക്കിക്കേ, 2' ഈ OH ഭയങ്കര ഡേഞ്ചറാ, അല്ലെ? ഈ OH ഇസ് എ ന്യൂക്ലിയർ ഫൈൽ. OH പുള്ളി അവിടെ ഇവിടെ കയറി അറ്റാക്ക് ചെയ്യും, കണ്ടോ? അപ്പൊ അതുകൊണ്ട് DNA-ക്ക് പ്രശ്നമാണ്. DNA സ്റ്റേബിൾ അല്ല, ഡിഗ്രേഡ് ചെയ്ത് പോകും, അല്ലെ? വൈ DNA is not forming double helix? എന്തുകൊണ്ട് DNA അല്ല, വൈ RNA is not forming double helix? ഈ OH ഉള്ളതുകൊണ്ടാ. 2' OH ഉണ്ട്. അപ്പൊ ആ ഹെലിക്സിനകത്തോടെ അവർ ഇരിക്കാൻ പറ്റില്ല. ആ OH എന്ത് ചെയ്യും? അവിടെ ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും, റിയാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഡബിൾ ഹെലിക്സ് ഫോം ചെയ്യാത്തതും. ഫോം ചെയ്യും ചെറിയ ലെസ് ദാൻ 10 ന്യൂക്ലിയേറ്റഡ് ലെങ്തിലൊക്കെ, ബേസ് പെയർ ലെങ്തിലൊക്കെ ഫോം ചെയ്യും. അതല്ലാതെ DNA പോലെ വലിയത് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് 2' OH. പഠിച്ചോണേ, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ഒന്ന് പഠിച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ RNA മനസ്സിലാക്കി. RNA എന്താണ്? എളുപ്പമാണ്. DNA പഠിച്ചുകൊണ്ട് എളുപ്പമാണ്. RNA-യുടെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് RNA. പല ടൈപ്പ് RNA നമുക്ക് പഠിക്കാനുണ്ട്. ഇത് മൊത്തം കണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഒന്നാമത്തതാണ് ഞാൻ പറഞ്ഞു, മെസ്സഞ്ചർ. അത് ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അകത്തിരിക്കുന്ന DNA-യിൽ നിന്നുള്ള റെസിപ്പി പുറത്തോട്ട് കൊണ്ടുവരുന്നത്, അല്ലെ? മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്ന RNA-യുടെ പേരാണ് മെസ്സഞ്ചർ RNA. അതായത് അകത്തിരിക്കുന്ന റെസിപ്പി കോപ്പി ചെയ്ത് റൈബോസോമിന് കൊണ്ട് കൊടുക്കുവാണ്, പ്രോട്ടീൻ ഉണ്ടാക്കിക്കോ, സമയമായി, അല്ലെ? ദാറ്റ് ഈസ് മെസ്സഞ്ചർ RNA. അപ്പൊ അത് എവിടെയായിരിക്കും കാണപ്പെടുന്നത്? രണ്ടിലും ഉണ്ട്, ബാക്ടീരിയയിലും ഉണ്ട്, യൂക്കാരിയോട്ടിലും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബോത്ത് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിൽ പോയിട്ട് വേണം കോപ്പി എടുക്കാൻ, സൈറ്റോപ്ലാസത്തിൽ വന്നാലേ കൊടുക്കാൻ പറ്റൂ. സോ മെസ്സഞ്ചർ RNA, രണ്ടാമത്തെ കോളം നോക്കുക, കണ്ടോ? മെസ്സഞ്ചർ RNA ഒരു mRNA present in eukaryote and prokaryote, and it is located in nucleus and cytoplasm. അടുത്തത്, which carries genetic code for protein. Genetic code is the recipe, അല്ലെ? It carry from nucleus to ribosome. മനസ്സിലായോ? ഒന്ന്. രണ്ട്, റൈബോസോമൽ RNA. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റൈബോസോം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഉദാഹരണം നമുക്ക് അത് തന്നെ എടുക്കാം. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത് ഇതൊരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന നമ്മുടെ കോശത്തിനകത്തുള്ള ആളാണ്, ഓർഗനലാണ്, ഫാക്ടറിയാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം, നമ്മുടെ സെല്ലിനകത്ത് ധാരാളം റൈബോസോം ഉണ്ട്. റൈബോസോം ആണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഈ റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്നത് 2 സാധനങ്ങൾ കൊണ്ടിട്ടാണ്. എന്തൊക്കെ കൊണ്ടിട്ടാണ്? RNA കൊണ്ടിട്ടും പ്രോട്ടീന്റെ മിക്സ്ചർ ആണ് റൈബോസോം. RNA പ്ലസ് പ്രോട്ടീൻ, 2 സാധനങ്ങൾ ചേർന്നാണ് റൈബോസോം ഉണ്ടായിരിക്കുന്നത്, പ്രോട്ടീനും RNA-യും. അപ്പൊ റൈബോസോമിനകത്ത് RNA ഉണ്ടല്ലോ, ആ RNA ആണ് റൈബോസോമൽ RNA. ഓക്കെ, അത് എവിടെയൊക്കെ ഉണ്ട്? യൂക്കാരിയോട്ടിലുണ്ട്, പ്രോകാരിയോട്ടിലുണ്ട്.
അത് എവിടെയായിരിക്കും കാണപ്പെടുന്നത്? ഓഫ് കോഴ്സ് ഇൻ സൈറ്റോപ്ലാസം. ഇറ്റ്സ് എ കമ്പോണന്റ് ഓഫ് റൈബോസം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് tRNA. tRNA, വാട്ട് ഇസ് tRNA? tRNA എന്ന് വെച്ചാൽ ഈ റൈബോസോം എന്തുണ്ടാക്കും? പ്രോട്ടീൻ ഉണ്ടാക്കും. എന്ത് വെച്ചുണ്ടാക്കും? ഫ്രം ഇൻഫോർമേഷൻ ഓൺ mRNA. mRNA എവിടുന്ന ഇൻഫോർമേഷൻ വന്നേ? ഫ്രം ന്യൂക്ലിക് ആസിഡ് അഥവാ DNA. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, റൈബോസോം ഈ mRNA റീഡ് ചെയ്യും, വായിച്ചു പോവും അല്ലെ? അതിലെ ഇൻഫോർമേഷൻ അനുസരിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കി വരും. പ്രോട്ടീൻസ് ആർ എ പോളിമർ ഓഫ്, ആൻസർ പറയാമോ? പ്രോട്ടീൻ എന്തിന്റെ പോളിമർ ആണ്? അമിനോ ആസിഡ്സ്. യെസ് യെസ്, നമ്മുടെ DNA ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമർ ആണ്. അപ്പൊ അതുപോലെ എങ്ങനെയാണ് ന്യൂക്ലിയോടൈഡ്സിനെ കൂട്ടിച്ചേർത്ത് DNA ഓർ RNA ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ അമിനോ ആസിഡുകൾ മാല പോലെ കൂട്ടിച്ചേർത്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു പ്രോട്ടീൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ റൈബോസം വരുന്നു, mRNA റീഡ് ചെയ്യുന്നു അല്ലെ? ഒന്ന് റീഡ് ചെയ്യുന്നു, ഒരു അമിനോ ആസിഡ്, അടുത്ത് റീഡ് ചെയ്യുന്നു, അടുത്ത അമിനോ ആസിഡ് അല്ലെ? അപ്പൊ പെറുക്കി പെറുക്കി വെക്കണം. ആ ഒരു റെസിപ്പിയിൽ ഫസ്റ്റ് ഇത് വായിച്ചിട്ട് അമിനോ ആസിഡിനെ പെറുക്കി വെക്കണം. സോ അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കുന്ന ആളാണ് tRNA, ട്രാൻസ്ഫർ RNA. പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽ ആയിട്ടുള്ള അമിനോ ആസിഡിനെ റൈബോസോമിനെ സപ്ലൈ ചെയ്യുന്ന അഡാപ്റ്റർ RNA ആണ് tRNA. tRNA ഇത് രണ്ടിലും ഉണ്ട്, പ്രോകാരിയോട്ടിലും വേണം, യൂകാരിയോട്ടിലും വേണം. tRNA is also present in cytoplasm. കാരണം ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ ഉണ്ടാകുന്നത് സൈറ്റോപ്ലാസത്തിലാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സൈറ്റോപ്ലാസം. ക്ലിയർ ആണോ? എന്താ ചെയ്യുന്നേ? ഇൻകോർപ്പറേറ്റ് അമിനോ ആസിഡ് ഇൻറ്റു പോളിപെപ്റ്റൈഡ് ചെയിൻ കൊണ്ട് കൊടുക്കുന്നു റൈബോസോമിന്. ബാക്കി നമ്മൾ ഇപ്പൊ നോക്കുന്നില്ല, നമുക്കത് ഇവഞ്ച്വലി പഠിക്കാം. ആദ്യത്തെ 3 എണ്ണമാണ് നമുക്ക് ഇപ്പൊ മുമ്പോട്ട് പോകാൻ വേണ്ടത്. അത് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ഈ 3 എണ്ണം ക്ലിയർ ആണോ? ഈ 3 എണ്ണം കണ്ടിന്യൂ ചെയ്യട്ടെ? ക്ലിയർ അല്ലേ? സോ നമ്മൾ RNA പറഞ്ഞു, ടൈപ്സ് ഓഫ് RNA പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ റെപ്ലിക്കേഷൻ പറഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഈ കോപ്പി, മെസ്സഞ്ചറിലോട്ട് കോപ്പി ചെയ്യുന്ന പ്രോസസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ? ആ ഇൻസുലിന്റെ റെസിപ്പി അല്ലെങ്കിൽ ആ പ്രോട്ടീന്റെ റെസിപ്പി നമ്മളുടെ ആ മെസ്സഞ്ചറിലോട്ട് കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് RNA ഫ്രം DNA ടെംപ്ലേറ്റ്. നമ്മൾ റെപ്ലിക്കേഷനിലെ formation of DNA from DNA template, in transcription formation of RNA from DNA template. This is the difference. Okay, so അതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയണ്ടല്ലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. RNA ഒരു മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, കൊണ്ടുവരുന്നു, കഥയൊക്കെ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, സോ DNA റെപ്ലിക്കേഷൻ നടത്തുന്ന എൻസൈമിന്റെ പേരെന്താ? DNA റെപ്ലിക്കേഷൻ നടത്തുന്ന എൻസൈമിന്റെ പേരെന്താ? പോളിമറൈസ്. DNA പോളിമറൈസ്. അപ്പൊ ഉറപ്പായിട്ടും ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന, അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, DNA പോളിമറൈസ് DNA ഉണ്ടാക്കുന്നു അല്ലെ? ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ആണ്. എന്തുണ്ടാക്കണം? RNA ഉണ്ടാക്കണം. സോ എൻസൈം നെയിം ഈസ് RNA പോളിമറൈസ്. DNA ഉണ്ടാക്കുന്ന എൻസൈം DNA പോളിമറൈസ്, RNA ഉണ്ടാക്കുന്ന എൻസൈം RNA പോളിമറൈസ്. So this RNA polymerase is an RNA dependent DNA polymerase like telomerase enzyme. അവരുടെ ടെംപ്ലേറ്റ് DNA, സോറി ഞാൻ പറഞ്ഞത് മാറിപ്പോയി. RNA polymerase is an DNA dependent RNA polymerase. DNA dependent, DNA ടെംപ്ലേറ്റ് ആക്കി വെച്ചോണ്ട് RNA ഉണ്ടാക്കുന്നു. ഓക്കെ, സോ RNA polymerase എന്ന് പറയുന്നത് ഒരു DNA ഡിപ്പെൻഡന്റ് RNA polymerase ആണ്. എളുപ്പമാണല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ആ ഒരു ഞാൻ പറഞ്ഞ സാധനമാണ് ഇവിടെ ഫിഗർ ആയിട്ട് കാണിച്ചേക്കുന്നത്. ന്യൂക്ലിയസിനകത്ത് DNA, ഇൻസുലിന്റെ റെസിപ്പി ഇവിടെയുണ്ട്. സോ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു ന്യൂക്ലിയസിനകത്ത് വെച്ച്, കണ്ടോ? എന്നിട്ടോ ആ RNA പുറത്ത് സൈറ്റോപ്ലാസ്റ്റിലേക്ക് വരുന്നു, ഇവിടെ വെച്ച് റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഇത്രേ ഉള്ളൂ, ബാക്കി ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇപ്പൊ തൽക്കാലം വേണ്ട, നമുക്കത് പിന്നീട് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഓക്കെ, സോ RNA പോളിമറൈസിന് എന്തൊക്കെ വേണം? DNA polymerase എന്തൊക്കെ വേണം? What are the raw materials for DNA replication? What are the raw materials for DNA replication? എന്തൊക്കെ വേണം? റിവിഷൻ ആണേ, റിവിഷനും കൂടെയാണ്.
DNA polymerase. DNA polymerase ഉണ്ടല്ലോ. What are the raw materials? And Yes. primer template junction. Nucleotides. Yes. അതായത് DNTPs അഥവാ ന്യൂക്ലിയോടൈഡ്സ്. 2 പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. 2 സബ്സ്ട്രേറ്റ് ആണ് DNA പോളിമറേസിന് വേണ്ടത്. പോളിമറേസ് വേണം ഓഫ് കോഴ്സ്, അതാണ് സെയിം. ആൻഡ് 2 സബ്സ്ട്രേറ്റുകൾ വേണം. ഒന്ന് പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ, ദാറ്റ് മീൻസ് പ്രൈമർ. 2 ആഡ് ചെയ്യാൻ പുതിയ ന്യൂക്ലിയോടൈഡ്സ് വേണ്ടേ? അതാണ് അവിടുത്തെ പ്രത്യേകത. ബട്ട് RNA പോളിമറൈസ് ഇസ് എ പ്രൈമർ ഇൻഡിപെൻഡന്റ്. അതായത് പ്രൈമർ വേണ്ട, മറ്റത് സെയിം ആണ്. സോ ഇറ്റ് റിക്വയർ DNTP ബട്ട് പ്രൈമർ ആവശ്യമില്ല. ഇതൊരു ഡിഫറൻസ് ആണ്. ഇൻ DNA പോളിമറൈസ് വി നീഡ് പ്രൈമർ. ഇൻ RNA പോളിമറൈസ് പ്രൈമറിന്റെ ആവശ്യമില്ല. ഇതിന് വായുവിൽ ആഡ് ചെയ്യാൻ പറ്റും, വാക്വത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മറ്റതിലെ പോലെ അല്ല, വെറുതെ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെയല്ല, അവിടെ 3' ഒഴിച്ച് വേണം. RNA പോളിമറൈസ് അതിന്റെ ആവശ്യമില്ല. ബാക്കി സെയിം. സ്കാൻ ഇൻ ഡയറക്ഷൻ ഓഫ് 3' 5' ആൻഡ് പുതിയ സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ 5' 3'. സെയിം ടു DNA പോളിമറൈസ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇതാ ഇനി നോക്കിക്കേ. ടെംപ്ലേറ്റിന്റെ ഡയറക്ഷൻ 5' 3' ആണെങ്കിൽ ഉണ്ടാകുന്ന സ്ട്രാൻഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. തിരിച്ചു പറയാവേ. 5' 3', ഇത് മാറ്റാം, 3' 5'. ടെംപ്ലേറ്റിന്റെ സ്ട്രാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നതിന്റെ ഓറിയന്റേഷൻ. നമുക്കറിയാവുന്ന കാര്യം, അവിടെ ഒന്നുമില്ല. ഞാൻ ഫിഗർ വെച്ച് പറയാം. നോക്കിക്കേ, ടെംപ്ലേറ്റ് അല്ലെ, ഇത് 3' ആയിരിക്കും, ഇത് 5' ആയിരിക്കും, ഇത് 5', ഇത് 3'. ഉണ്ടാകുന്ന സ്ട്രാൻഡ് ഏതായിരിക്കും? ഇറ്റ് ഈസ് 5' ഇവിടെ, 3' ഇവിടെ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആന്റി പാരലൽ. സെയിം, അത്രേ ഉള്ളൂ. പ്രൈമർ ആവശ്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ലൈക്ക് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ റിക്വയർ 3 മേജർ കമ്പോണന്റ്. 1 DNA ടെംപ്ലേറ്റ്, 2 raw materials. എന്തൊക്കെയാ വേണ്ടത്? DNTPs വേണം. അത്രയും മതി. കണ്ടല്ലോ. ഇനി ടെംപ്ലേറ്റിന്റെ പ്രത്യേകത, ഇത് വേണമെന്നില്ലേ, ഇതങ്ങ് കളഞ്ഞു. ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ, ചോദിക്കാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത് കണ്ടോ, ഈ പുള്ളി മേളിൽ പറഞ്ഞ ഈ മനുഷ്യന്മാരാണ്. ഇതെന്താ സംഭവം എന്നറിയോ? ഈ നടുക്ക് കാണുന്ന ഈ നൂലഴയില്ലേ, ദിസ് ഇസ് എ DNA. ഈ ചുറ്റിനും കാണുന്നതെല്ലാം ഓരോ RNAകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. നടുക്ക് കാണുന്ന വലിയ നൂലഴ എന്ന് പറഞ്ഞ DNA ആണ്. അവിടുന്ന് പുതിയ RNAകൾ ഉണ്ടാകുന്നതാണ് ആ കാണുന്നത്. ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇത് മനസ്സിലാവുമല്ലോ അല്ലെ? അതായത് ഇതാണ് നമ്മുടെ DNA, അതിന്റെ ഓപ്പോസിറ്റ് ആണ് പുതിയ ഉണ്ടാവുന്ന ട്രാൻസ്ക്രിപ്റ്റ്. ആന്റി പാരലൽ ആണ്, നമുക്കറിയാം, സെയിം ആണ്. സോ RNA ട്രാൻസ്ക്രിപ്റ്റ് ഹാസ് സെയിം പൊളാരിറ്റി ആൻഡ് ബേസ് സീക്വൻസസ് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. നമ്മളിത് എങ്ങനെ വരച്ചാൽ, ഓക്കെ, ഇങ്ങനെ ഞാൻ വരയ്ക്കുക. സോ ഉറപ്പായിട്ടും പുതിയ സ്ട്രാൻഡ് 5' 3'. അപ്പൊ ഈ സ്ട്രാൻഡ് 3' 5' അല്ലെ? സോ ഇവര് രണ്ടുപേരും, ദിസ് ഇസ് ടെംപ്ലേറ്റ് ആൻഡ് ഡോട്ടർ സ്ട്രാൻഡ്, ഇവര് ആന്റി പാരലൽ ആണ്. ആൻഡ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദിസ് ട്രാൻസ്ക്രിപ്റ്റ് ഹാവ് സെയിം ഓറിയന്റേഷൻ ഓഫ് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലേ? അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രാൻസ്ക്രിപ്റ്റ്. അതേപോലെ തന്നെ സെയിം, അതായത് ട്രാൻസ്ക്രിപ്റ്റിന്റെ സെയിം ആണ് ഈ മേളിലത്തെ സ്ട്രാൻഡ്. കണ്ടോ, 5' 3' ഡയറക്ഷൻ. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ഷ്യാം മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്തല്ലോ. ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഈ ഫിഗർ നോക്കിക്കോ, ഞാൻ ഒന്ന് സൂം ചെയ്യട്ടെ, ഒറ്റ മിനിറ്റ്. സൂം ചെയ്യാൻ നോക്കി ആവൂല. ഇപ്പൊ കുറച്ചുകൂടെ കാണാമല്ലോ. ഇതിൽ നിങ്ങൾ നോക്കിയേ, ഇനി വരയ്ക്കാൻ പറ്റില്ലേ. ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ഏതാ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്? ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. കണ്ടോ? സോ പോളിമറൈസ് സ്കാൻ ചെയ്യുന്നത് എവിടുന്ന് എങ്ങോട്ടാ? ഇങ്ങോട്ടാണ്. എന്റെ ഈ കൈ പോകുന്ന ഡയറക്ഷനിലേക്കാണ്. 3' to 5'. മറ്റേ DNA പോളിമറൈസ് പോലെ തന്നെ. ഓക്കെ, അപ്പൊ പുതിയൊരു RNA ഉണ്ടാകുക. അപ്പൊ ഉണ്ടാകുന്ന RNA എങ്ങനെയാ ഉണ്ടാകുന്നത്?
5. 5 പ്രൈം ഇവിടുന്ന് ഇങ്ങോട്ടാ ഉണ്ടാവുന്നത്. 5 പ്രൈം ടു 3 പ്രൈം. അപ്പൊ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഡയറക്ഷൻ 3 പ്രൈം 5 പ്രൈം. പുതിയ സ്ട്രാൻഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് 5 പ്രൈം ടു 3 പ്രൈം. ഓപ്പോസിറ്റ് അല്ലേ? ഫിഗർ നോക്കിയാൽ ഇത് നോക്കിയാൽ മനസ്സിലാവും. 3 പ്രൈം 5 പ്രൈമിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രാൻസ്ക്രിപ്റ്റ്. സോ ടെംപ്ലേറ്റിന്റെയും ട്രാൻസ്ക്രിപ്റ്റിന്റെയും ഓറിയന്റേഷൻ ഈസ് ആന്റി പാരലൽ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇത്രയും മനസ്സിലായോ ശ്യാം? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഇനി ഈ ട്രാൻസ്ക്രിപ്റ്റിന്റെ ഡയറക്ഷനും ഈ സ്ട്രാൻഡില് മേളത്തെ സ്ട്രാൻഡ്, ദിസ് സ്ട്രാൻഡ് ഈസ് കോൾഡ് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെ? നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ന്യൂ ട്രാൻസ്ക്രിപ്റ്റ്. ഡയറക്ഷൻ നോക്കിയേ 5 പ്രൈം 3 പ്രൈം. ഇതിന്റെ ഡയറക്ഷൻ നോക്കിയേ 5 പ്രൈം 3 പ്രൈം. സോ ഡയറക്ഷൻ ഈസ് എക്സാക്ട്ലി സെയിം അല്ലെ? ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ക്രിപ്റ്റ് ആൻഡ് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഈസ് സെയിം. ഏത് ഡയറക്ഷൻ? 5 പ്രൈം 3 പ്രൈം. ആൻഡ് കണ്ടന്റ് നോക്കിക്കേ, കണ്ടന്റ് ഈസ് സെയിം ബട്ട് വൺ ഡിഫറൻസ്. എന്താ ഡിഫറൻസ്? ഇൻ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ടൈമിനാണ്, ഇൻ ട്രാൻസ്ക്രിപ്റ്റ് ഇത് RNA ആണ്. സോ ഇറ്റ് ഇസ് യുറാസിൽ നോട്ട് തൈമിൻ. അതൊഴിച്ചാൽ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡും RNAയും സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല എന്നർത്ഥം. ഇത് ഏത് എക്സാമിനാണെന്ന് ഓർക്കുന്നില്ല, റീസെന്റ് ആയിട്ടുള്ള ഏതോ എക്സാമില് ഇതൊക്കെ പോയിന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ പ്രത്യേകത അത് സെയിം ആണ്, അങ്ങനെ ഈ സാധനം തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ്. നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഈസ് ഈക്വൽ ടു അവർ ന്യൂ ട്രാൻസ്ക്രിപ്റ്റ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അപ്പൊ ഇതാണ് നോക്കിയേ, എവിടുന്ന് വായിച്ചു പോവാം. സോ ഇൻ മോസ്റ്റ് ഓർഗാനിസം ഈച്ച് ജീൻ ഈസ് ട്രാൻസ്ക്രൈബ്ഡ് ഫ്രം എ സിംഗിൾ സ്ട്രാൻഡ്. അതായത് ഇപ്പൊ ഇൻസുലിൻ ആണെങ്കിൽ നമുക്ക് ഡബിൾ സ്ട്രാൻഡ് ഉണ്ട് അല്ലെ? ഇൻസുലിന്റെ ഒരു ജീൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് 2 സ്ട്രാൻഡ് ഉണ്ട്. ഇവിടെ ഒരു സ്ട്രാൻഡ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രാൻഡ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുക? കണ്ടോ, ഇൻ മോസ്റ്റ് ഓർഗാനിസം ഈച്ച് ജീൻ ഈസ് ട്രാൻസ്ക്രൈബ്ഡ് ഫ്രം എ സിംഗിൾ സ്ട്രാൻഡ്. ഒരെണ്ണത്തിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ. പക്ഷെ അത് ഓരോ കേസിലും വ്യത്യാസപ്പെടാം. അപ്പൊ ചിലതിന്റെ കേസിൽ താഴത്തെ സ്ട്രാൻഡിൽ നിന്നാണ് ഉണ്ടാവുക, പ്ലസ് സ്ട്രാൻഡിൽ നിന്നാണ് ഉണ്ടാവുക. ചിലതിന്റെ കേസിൽ നോക്കിയേ, ഇവിടെ ബി ജീനിന്റെ കേസിൽ ഇവിടുന്ന് ഉണ്ടായേക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ കണ്ടീഷൻ. ചുമ്മാ വിട്ടാ മതി. ഇത്രയും കാര്യങ്ങൾ, അതായത് ടൈപ്സ് ഓഫ് RNA മുതല് ഒരു ബേസിക് ഐഡിയ, വാട്ട് ആർ ദ റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഓറിയന്റേഷൻ ഓഫ് സ്ട്രാൻഡ്, ട്രാൻസ്ക്രിപ്റ്റ്, ടെംപ്ലേറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ കിട്ടിയോ? ക്ലിയർ ആണോ? ക്ലാരിറ്റി ഉണ്ടോ? സംശയം ഉണ്ടോ? ഓക്കെ, ഇനി നമ്മള് ആക്ച്വൽ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് കടക്കുവാണ്. ട്രാൻസ്ക്രിപ്ഷൻ, ദ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ്, അതായത് ഇവിടെ ശരിക്കും ഉള്ളത് നമ്മൾ പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ പറഞ്ഞ പോലെ, ആ ഒരു അല്ലെങ്കിൽ ആ റെപ്ലിക്കേഷൻ ഫോർക്ക് പറഞ്ഞ പോലെ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇത് നോക്കിക്കേ, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് പ്രൊമോട്ടർ. ട്രാൻസ്ക്രിപ്ഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ, ആ പോയിന്റ് ആണ് പ്രൊമോട്ടർ. അത് കഴിഞ്ഞ് ഇപ്പൊ ഇൻസുലിൻ ആണെങ്കിൽ ഇൻസുലിന്റെ ആ സീക്വൻസ് ഉള്ള റീജിയൻ, ഒരു X or Y ആരാന്ന് വെച്ചാൽ അത്, അതാണ് കോഡിംഗ് സീക്വൻസ്. RNA കോഡ് ചെയ്യുന്ന സീക്വൻസ് ആണ് ഈ നടുക്കുള്ളത്. ഇനി ഇത് അവസാനിക്കണം, എൻഡ് ചെയ്യണം. ദാറ്റ് എൻഡ് ഈസ് കോൾഡ്. അപ്പൊ നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ യൂക്കാരിയോട്ടിക് റെപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലല്ലോ, അതാരും ചോദിച്ചില്ലല്ലോ. യൂക്കാരിയോട്ടിക് റെപ്ലിക്കേഷൻ അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അത് ലീനിയർ ക്രോമസോം ആണ്, മൾട്ടിപ്പിൾ ഒറിജിൻ ഉണ്ടായിരുന്നു, അവർ തമ്മിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടുമ്പോ തീരും, അത്രയുള്ള. അതല്ലാണ്ട് നമ്മുടെ അപ്പുറത്തെ പോലെ വേറെ സെപ്പറേറ്റ് പ്രോട്ടീനോ മെക്കാനിസോ ഒന്നുമില്ല. വെൻ ടു റെപ്ലിക്കേഷൻ ഫോർക്ക് കൊളൈഡ്, ദാറ്റ് മാർക്ക് ദ എൻഡ് പോയിന്റ് ഓഫ് റെപ്ലിക്കേഷൻ. എക്സ്ട്രാ ഒന്നും ഇല്ല അവിടെ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇവിടെ നോക്കിക്കേ, സോ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് വിത്ത് പ്രൊമോട്ടർ, ദെൻ കോഡിംഗ് സീക്വൻസ്, ദെൻ എ ടെർമിനേറ്റർ അല്ലെ? ടെർമിനേറ്റർ ആണ് എൻഡ്. ഇതാണ് സംഭവം. സോ ഞാനിപ്പോ വരച്ചേക്കുന്നത് X എന്ന് പറയുന്ന ഒരു ജീനാണ്. അപ്പൊ ആ ജീനിന്റെ ആ പ്രോട്ടീൻ ആകേണ്ട സീക്വൻസ് ആണ് ഈ നടുക്ക് കാണിച്ചേക്കുന്ന കോഡിംഗ് റീജിയൻ. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണോ തുടങ്ങേണ്ടത്
അല്ലെ? ആ തുടങ്ങുന്ന റീജിയൻ ഇപ്പൊ അങ്ങനെ പറയാം, നമ്മളിപ്പോ മാറ്റി പറയും. എന്നാലും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് പ്രൊമോട്ടർ, അതായത് RNA കോഡിങ്ങിന് തൊട്ട് മുമ്പുള്ള റീജിയൻ. അത് കഴിയുമ്പോൾ അവസാനിപ്പിക്കുന്ന റീജിയൻ ദാറ്റ് ഈസ് കോൾഡ് ടെർമിനേഷൻ അല്ലെങ്കിൽ ടെർമിനേഷൻ സൈറ്റ്. ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഒരു പ്രൊമോട്ടറും കോഡിംഗ് റീജിയണും അതുപോലെ ഒരു എന്താ പറയാ ടെർമിനേറ്ററും ഒക്കെ ചേർന്നതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ട്രാൻസ്ക്രിപ്ഷൻ അപ്പാരറ്റസ് മൂവ് ഡൗൺ സ്ട്രീം ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. അതായത് ഇങ്ങോട്ടാണ് പോകുന്നത്, ഡൗൺ സ്ട്രീം എന്ന്, അതൊക്കെ പിന്നീട് പറയാവേ, ഇപ്പൊ വേണ്ടത്. സോ ട്രാൻസ്ക്രിപ്ഷൻ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് RNA പോളിമറൈസ്. ഇപ്പൊ പറഞ്ഞാൽ RNA പോളിമറൈസ്. RNA പോളിമറൈസ് ബൈൻഡ് ടു പ്രൊമോട്ടർ. കോമൺ ആയിട്ട് നമ്മൾ പറയുക, പ്രൊമോട്ടറിലേക്കാണ് പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ഫിഗർ നോക്കുക, ഈ ട്രാൻസ്ക്രിപ്ഷന്റെ യൂണിറ്റ് നോക്കിക്കേ. ദിസ് സൈഡ്, ദിസ് ഇസ് ന്യൂക്ലിയോടൈഡ് 1. ഇപ്പൊ ഇൻസുലിൻ ആണെങ്കിൽ ഇൻസുലിന്റെ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു. യെസ്, ഇൻസുലിൻ എന്ന് പറയുന്ന mRNA-യുടെ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ് ഇതാണ്, ഈ പോയിന്റ് ആണ് കോഡിംഗ് സീക്വൻസിന്റെ ഒന്നാമത്തേത്. കണ്ടോ? അതിന് ബാക്കിലോട്ടുള്ളതാണ് പ്രൊമോട്ടർ. അതാ ഇവിടെ എഴുതിയേക്കുന്നത്, കണ്ടോ? ആൻഡ് ഇറ്റ് ബൈൻഡ് ടു പ്രൊമോട്ടർ വിച്ച് ഇസ് അപ്സ്ട്രീം ഓഫ് സ്റ്റാർട്ട് സൈറ്റ്. അതായത് സ്റ്റാർട്ട് സൈറ്റ് എന്ന് പറയുന്നത് പ്ലസ്, അത് പിന്നീട് പറയാവേ, അതിന് മുമ്പോട്ടുള്ളതാണ്. ഇങ്ങോട്ടാണ് എന്ത്? അപ്സ്ട്രീം. ഇങ്ങോട്ടാണ് ഡൗൺ സ്ട്രീം. അതൊക്കെ പിന്നീട് പറയാം, നോക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്തിട്ട് പോളിമറൈസ് താഴത്തോട്ട് പോകും, ഡൗൺ സ്ട്രീമിലോട്ട് പോകും. കണ്ടോ? വാട്ട് ഈസ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം? സ്റ്റാർട്ട് പോയിന്റ് ഇതാണ്, സ്റ്റാർട്ട് പോയിന്റ് +1 ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ്. ഇതിന്റെ മോളിലോട്ട് ഇതാണ് അപ്സ്ട്രീം. കണ്ടോ? അപ്സ്ട്രീം ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ടെർമിനേറ്ററിന്റെ ഡയറക്ഷനിലേക്ക്, ദാറ്റ് ഈസ് കോൾഡ് ഡൗൺ സ്ട്രീം. ഓക്കെ, സോ പോളിമറൈസ് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യും, ഡൗൺ സ്ട്രീം മൂവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? അതൊക്കെ നോട്ടിലുണ്ട്. ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് ട്രാൻസ്ക്രൈബ്ഡ് ഈസ് കോൾഡ് സ്റ്റാർട്ട് സൈറ്റ്. ഇറ്റ് ഈസ് നമ്പർഡ് as +1. അതിന്റെ അല്ലെ താഴത്തേക്ക് മുകളിലേക്ക് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ RNA-യുടെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, ട്രാൻസ്ക്രിപ്ഷന് വേണ്ട ആൾക്കാരെ പറഞ്ഞു, പോളിമറൈസ് വേണം, പ്രൈമർ ആവശ്യമില്ല, DNTTs. പിന്നെ അതിന്റെ ഒരു ഓറിയന്റേഷൻ പറഞ്ഞു, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പറഞ്ഞു, യൂണിറ്റിൽ പ്രൊമോട്ടർ, കോഡിംഗ് സീക്വൻസ്, ടെർമിനേറ്റർ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സോ തുടങ്ങാൻ പോവാണ്. ഇനിഷിയേഷൻ അവിടുത്തെ പോലെ തന്നെ, ഇനിഷിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. സോ ഇനിഷിയേഷൻ ഡസ് നോട്ട് റിക്വയർ എ പ്രൈമർ. പ്രൈമർ വേണ്ട, പോളിമറൈസ് വരുന്നു, RNA ആഡ് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ആൻസർ ചെയ്യണേ ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫ്രേസ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് എ ഫംഗ്ഷൻ ഓഫ് പ്രൊമോട്ടർ? ഇത് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഫ്രേസ് എന്നൊക്കെയുള്ള സെന്റൻസ് വന്നിരിക്കുന്നത്. ബെഞ്ചമിൻ ആണ് ടെക്സ്റ്റ്, അല്ല, കണ്ടന്റ് ഈസ് ഫ്രം വാട്സൺ, ഫിഗർ ഈസ് ഫ്രം ബെഞ്ചമിൻ. ഫിഗർ കുറച്ചുകൂടെ സിമ്പിൾ ചെയ്താ, അതുകൊണ്ടാണ്. രണ്ടീന്നും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ട ഫിഗർ അത്യാവശ്യം എല്ലാം ബെഞ്ചമിൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. കണ്ടന്റ് ഈസ് ഫ്രം വാട്സൺ. ആൻസർ പ്ലീസ്. അത്രേ ഉള്ളൂ, കറക്റ്റ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ എൻഡുമായിട്ട് ബന്ധമൊന്നുമില്ല, ബാക്കിയൊക്കെ ശരിയല്ലേ? സെർവ് ആ സീക്വൻസ് ടു വിച്ച് ട്രാൻസ്ക്രിപ്ഷൻ അപ്പാരറ്റസ് ബൈൻഡ്. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് വെയർ ഓർ അതർ കുറെ ആൾക്കാരുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. നമ്മൾ ഇപ്പൊ പോളിമറൈസേ പറഞ്ഞുള്ളൂ. ദാറ്റ്സ് വെയർ പോളിമറൈസ് ബൈൻഡ്. ദെൻ വിച്ച് ഡിറ്റർമൈൻ ദ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ്. യെസ്, +1 തൊട്ട് മുമ്പാണ്, അപ്പൊ അത് നമുക്ക് പറയാം. Then determine which DNA strand is template. Yes, ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതും ഈ പ്രൊമോട്ടർ. ഓക്കെ, സോ നമ്മളിപ്പോ പറഞ്ഞത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് DNA ആണ്, ദാറ്റ് എൻകോഡ് RNA മോളിക്യൂൾ. ഓക്കെ, അത് സ്റ്റാർട്ട് വിത്ത് പ്രൊമോട്ടർ, എൻഡ് വിത്ത് ടെർമിനേറ്റർ. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. ഇവിടെ ഷുഗർ എന്ന് പറയുന്നത്, ഇത് അറിഞ്ഞിരിക്കണേ, ഷുഗർ എന്ന് പറയുന്നത് ഏതാ? റൈബോസ് ആണ്. ഇവിടെ OH ഉണ്ട്, DNA ഇതില്ല, O ഇല്ല, അതാണ് വ്യത്യാസം. സെയിം ആണ്.
സോ നമ്മൾ ഇനി കടക്കുവാണ് ന്യൂ ടോപ്പിക് പ്രോക്യാരിയോട്ടിക് ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. നൗ മൂവിങ് ഓൺ ടു പ്രോക്യാരിയോട്ടിക് റെപ്ലിക്കേഷൻ. നമ്മൾ അറ്റതുപോലെ തന്നെ ബാക്ടീരിയൽ RNA പോളിമറൈസിനെ പറ്റി നമ്മൾ ആദ്യം പറയുന്നു. ബാക്ടീരിയൽ സെല്ലിന്റെ കേസിൽ ഒരൊറ്റ പോളിമറൈസ് ഉള്ളൂ. വാട്ട് അബൌട്ട് DNA പോളിമറൈസ്? എത്ര DNA പോളിമറൈസ് ഉണ്ട് ബാക്ടീരിയക്ക്? DNA പോളിമറൈസ് എത്ര എണ്ണം ഉണ്ട് ബാക്ടീരിയക്ക്? 5. Yes, 5 polymerase. DNA polymerase 1, 2, 3, 4, 5. അതിൽ ഏതാണ് മെയിൻ പോളിമറൈസ്? DNA polymerase in prokaryotes. Revision. 3 അല്ലേ? Yes, 3. Which DNA polymerase carry out nick translation? പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. nick translation. 1 ആണ്. Yes, 1. Which DNA polymerase possess 5' 3' exonuclease activity? Correct. 5' 3' exonuclease activity ഉള്ള DNA polymerase. പറ. 1 ആണോ? Yes, 1. അതുകൊണ്ടല്ലേ പ്രൈമർ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് നിക് പോളിമറൈസ് അല്ലെ, നിക് ട്രാൻസ്ലേഷൻ അല്ലെ. 5' 3' തിരിച്ചു വന്ന് പ്രൈമർ മാറ്റി പോകുന്നു അല്ലെ. ദാറ്റ് ഈസ് 5' 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. സോ അതുള്ളത് പോളിമറൈസ് 1-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്ലീനോ ഫ്രാഗ്മെന്റ്? പറഞ്ഞിട്ടില്ല, ഒരു പോയിന്റ് ഇപ്പൊ പറഞ്ഞുതരാം. വാട്ട് ഈസ് ക്ലീനോ ഫ്രാഗ്മെന്റ്? പോളിമറൈസ് 1-ന് 3 ആക്ടിവിറ്റി ഉണ്ട്. ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കണം. പോളിമറൈസ് 1-ന് 3 ആക്ടിവിറ്റി: 5' 3' പോളിമറൈസ് ആക്ടിവിറ്റി, 5' 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി, 3' 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. ഇതിൽ ആരാണ് പോളിമറൈസ് 1-ന് മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ ഏതാണ്? 5' 3' exonuclease activity. ഇത് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. പോളിമറൈസ് 1-ൽ നിന്ന് നമ്മൾ ഇത് അങ്ങോട്ട് എടുത്തു കളയുമ്പോൾ, ആ ഫ്രാഗ്മെന്റിനെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ കിട്ടുന്ന ആ എൻസൈമിനെയാണ് ക്ലീനോ ഫ്രാഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പോളിമറൈസ് 1-ന്റെ 5' 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉള്ള റീജിയൻ എടുത്ത് കളയുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻസൈം ആണ് ക്ലീനോ ഫ്രാഗ്മെന്റ്. ഇത് നമ്മൾ ഈ ലാബില് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. ക്ലീനോ ഫ്രാഗ്മെന്റ് PhD ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഏത് എക്സാം ഒന്നും എനിക്ക് ഓർക്കുന്നില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോ? ഓർക്കാൻ പറ്റുന്നില്ലേ? ഓർക്കാൻ പറ്റണം, അതിനാണ് ബാക്കിലോട്ട് പറയുന്നത്. ബാക്കിലോട്ട് പറയുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമോ? പുതിയ കാര്യം ഉണ്ടോ? പക്ഷെ ഒന്നുകൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ രണ്ടാമത് പറയുമ്പോ? ഉണ്ടോ? അത് ബുദ്ധിമുട്ടാണോന്നാ ചോദിക്കണേ. അഭിപ്രായം ഇല്ലേ? രണ്ടുപേര് പറയും. ആര് പറയും? മനില. എന്തെങ്കിലും പറ. ക്ലിയർ ആണ്, കുഴപ്പമില്ല. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോ ഒന്നുകൂടെ ഓർമ്മ വരുന്നുണ്ട്. ഓർക്കാൻ പറ്റുന്നില്ലേ? ചിലത് കൺഫ്യൂഷൻ ആവും. ഓർക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, കൺഫ്യൂഷൻ ആവുന്നില്ല. ഒന്നുകൂടി അത് റിവൈസ് ചെയ്യുമ്പോ ക്ലാരിറ്റി വരുന്നുണ്ട്. നമ്മളിപ്പോ ഒന്ന് പഠിച്ചല്ലേ ഉള്ളൂ, അപ്പൊ ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോ അത് ഒരു ആസ് യൂഷ്വൽ അങ്ങോട്ട് പഠിച്ചോളും. അതിനാണ് വീണ്ടും പറയുന്നത്. ശരി. അപ്പോ ക്ലീനോ ഫ്രാഗ്മെന്റ് മനസ്സിലായി. 5' 3' ആക്ടിവിറ്റി. പിന്നെ എന്തോ ഒരു കാര്യം കൂടെ പറയണമെന്നായിരുന്നു, മറന്നുപോയി. വാട്ട് അബൌട്ട് യൂക്യാരിയോട്ടിക് DNA പോളിമറൈസ്? അതും കൂടെ പറഞ്ഞേക്കാം. യൂക്യാരിയോട്ടിക് ഒന്ന് ഓർത്തെ. ഏതൊക്കെയാ നമ്മൾ പഠിച്ച 3 എണ്ണം? ഏതൊക്കെയാ യൂക്യാരിയോട്ടിക് DNA പോളിമറൈസ്? ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട് അവിടെ, ഞാൻ മറന്നുപോയി പറയാൻ പഠിപ്പിച്ചപ്പോ. പറഞ്ഞോ. ആൽഫ. ബാക്കി പറഞ്ഞതല്ലേ? ORC വരുന്നു, CDC6 CDT1, MCM 227 ഹെലിക്കേസ് ഇൻ G1 അല്ലെ. ദെൻ S phase
അപ്പോ നമ്മളുടെ SYCDK and DDK വരുന്നു. ഫോസ്ഫോറിലേഷൻ, ലൈസൻസിങ്. ആഫ്റ്റർ ദാറ്റ് ആൽഫ, ആദ്യം ഡെൽറ്റ, ആദ്യം എപ്സിലോൺ വരുന്നു. അത് കഴിഞ്ഞ് ആൽഫ വരുന്നു. ആൽഫ പ്രൈമർ ആഡ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ പോളിമറൈസ് ചെയ്യുന്നു, പുതിയ DNA ആഡ് ചെയ്യുന്നു. ഇവിടെ മൂന്നാന്ന് വിചാരിക്കരുതേ, മൂന്നെണ്ണേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. കുറെ പോളിമറൈസ് ഉണ്ട്. ആൽഫ, ഡെൽറ്റ, എപ്സിലോൺ, തീറ്റ, ഗീറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനം ഉണ്ട്. നമുക്കതൊന്നും വേണ്ട. ഇത് നിങ്ങൾ പഠിക്കുക. ആൽഫ എന്താ ചെയ്യുന്നേ? പ്രൈമർ ആഡ് ചെയ്യും. ഡെൽറ്റ എന്താ ചെയ്യുന്നേ? അത് പഠിച്ചോണം. നോക്കിക്കേ, 2 സ്ട്രാൻഡ്. ഒരെണ്ണം ഈസ് ലീഡിങ് സ്ട്രാൻഡ്, ലീഡിങ് E. അതുപോലെ എപ്സിലോൺ എഴുതുന്നേ. സോ എപ്സിലോൺ. പ്രോക്യാരിയോട്ടില് എപ്പോഴും 2 സ്ട്രാൻഡും ഒരൊറ്റ പോളിമറൈസ് മതി. പോളിമറൈസ് 3 മതി. പക്ഷെ യൂക്യാരിയോട്ടിക് പോളിമറൈസിൽ, ഇതൊക്കെ റെപ്ലിക്കേഷൻ ആണ്. യൂക്യാരിയോട്ടിക് പോളിമറൈസില് ലീഡിങ് സ്ട്രാൻഡ് ചെയ്യുന്ന പോളിമറൈസ് ആണ് എപ്സിലോൺ. കോഡ് ഉണ്ട് ലീഡിങ് എപ്സിലോൺ, അങ്ങനെയല്ലേ എഴുതുന്നത്? ഈ പോലെ എഴുതുന്നത്. അപ്പൊ ലീഡിങ് സ്ട്രാൻഡില് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആള് ആരാണ്? എപ്സിലോൺ. ഇനി ലാഗിങ് സ്ട്രാൻഡില് ഡെൽറ്റ. അവർ ആ സ്ട്രാൻഡിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഡെൽറ്റ പോളിമറൈസ് ഓൺ ലാഗിങ് സ്ട്രാൻഡ്, എപ്സിലോൺ പോളിമറൈസ് ഓൺ ലീഡിങ് സ്ട്രാൻഡ്. പ്രൈമേസ് ആൽഫ ഈസ് പ്രൈമേസ് പോളിമറൈസ്, ആഡ് പ്രൈമർ ഓൺ ബോത്ത് സ്ട്രാൻഡ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ നോട്ട് ചെയ്യാം കേട്ടോ. തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാം. സോ ദിസ് ഇസ് ബാക്ടീരിയൽ RNA പോളിമറൈസ്. നമ്മൾ RNA പോളിമറൈസിലോട്ട് വരുമ്പോ ബാക്ടീരിയക്ക് ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം DNA പോളിമറൈസ്. DNA പോളിമറൈസ് 5 എണ്ണം ഉണ്ട് ഇൻ കേസ് ഓഫ് ബാക്ടീരിയ. RNA പോളിമറൈസ് ഓൺലി 1. ഈ ഒരാള് മതി tRNA ഉണ്ടാക്കാനും mRNA ഉണ്ടാക്കാനും rRNA ഉണ്ടാക്കാനും ഒക്കെ ഒരാള് മതി. സോ ഓൺലി 1 RNA പോളിമറൈസ് ഈസ് പ്രസന്റ് ഇൻ ബാക്ടീരിയ. അത് ചോദിച്ചിട്ടുണ്ട് 2021 സയന്റിഫിക് ഓഫീസർ ബയോളജി, പിന്നെ CSIR എക്സാം, സെറ്റ് സുവോളജി, സെറ്റ് ബോട്ടണി, ഇതിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം. വിച്ച് ഓഫ് ദ ഫോളോവിങ് റെപ്രസെന്റ് ദ കറക്റ്റ് സബ് യൂണിറ്റ് ഓഫ് RNA polymerase enzyme? ബാക്ടീരിയൽ or prokaryotic RNA polymerase enzyme. ആൽഫ ടു ബീറ്റ ഡാഷ്. കണ്ടോ? ആൽഫ 1, ആൽഫ 2, 2 copies of alpha. Then ബീറ്റ ഒന്നുമില്ല, ഒരൊറ്റ പോളിമറൈസിന്റെ പല സബ് യൂണിറ്റ് ആണ്. ബീറ്റ എന്ന് പറയുന്ന ഒരു സബ് യൂണിറ്റ്. ദെൻ ബീറ്റ ഡാഷ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബീറ്റ പ്രൈം ഓർ ബീറ്റ ഡാഷ് എന്ന് പറയുന്ന ഒരു സബ് യൂണിറ്റ്. ഇത്രയുമാണ്. ആൽഫ ടു ബീറ്റ ഡാഷ് എന്ന് പറയുന്നതാണ് കോർ എൻസൈം. അതിന്റെ കൂടെ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഒമേഗ എന്ന് പറയുന്ന ഒരാളും കൂടെ വരും. അപ്പൊ ആൽഫ ടു ബീറ്റ ഡാഷ്, ഇതാണ് കോർ എൻസൈം പോളിമറൈസിന്റെ. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒമേഗ എന്ന് പറയുന്ന ഒരാളുണ്ട്. സെയിം എക്സാം 2021 സയന്റിഫിക് ഓഫീസർ ബയോളജി, 2020 CSIR ഡിസംബർ CSIR ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത് 2019 ഡിസംബർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സബ് യൂണിറ്റ് സ്റ്റെബിലൈസ് ദ ബാക്ടീരിയൽ ഓർ പ്രോക്യാരിയോട്ടിക്, ബാക്ടീരിയ എന്ന് പറയാറില്ല, പ്രോക്യാരിയോട്ടിക് DNA പോളിമറൈസ്. ഏത് സബ് യൂണിറ്റ് ആണ്? ഒമേഗ. അപ്പൊ ഇത് പഠിച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സബ് യൂണിറ്റ് പേരെന്താ? ആൽഫ ടു ബീറ്റ ഡാഷ്. ഇതാണ് കോർ എൻസൈം. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഒമേഗ. അതൊരു അക്ഷരത്തിൽ, അന്ന് ക്വസ്റ്റ്യനിൽ ഒരു അക്ഷരത്തിട്ടുണ്ടായിരുന്നു, അതിൽ W എന്ന് എഴുതിയിരുന്നേ. ഇറ്റ് ഇസ് നോട്ട് W, ഇറ്റ് ഇസ് ഒമേഗ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും നിങ്ങൾ അത് വിചാരിച്ചോണം, ഇറ്റ് ഇസ് നോട്ട് W, ഇറ്റ് ഇസ് ഒമേഗ. താങ്ക് യു ഓൾ. ബൈ.